രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം ഒന്ന് മാത്രം. ഇന്ന് ലോക സംഭവങ്ങളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ ദിവസം പ്രതി കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകളാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും പേപ്പർ വാർത്തകളിലും TV ചാനലുകളിലും കണ്ണുനീര് അണിയിപ്പിക്കുന്ന വേദനിക്കുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം തരുന്ന, നമുക്ക് സന്തോഷം തരുന്ന ഒന്നുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവും ദൈവത്തിന്റെ വചനവും മാത്രമേ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. മറ്റൊരുത്തനിലും രക്ഷയില്ല കേട്ടോ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം ഒന്ന് മാത്രം. ഇന്ന് ലോകത്ത് അനേക മഹാന്മാർ ഈ ഭൂമിയിൽ കടന്നു വന്നു, മരിച്ചു, അടക്കപ്പെട്ട് പോയി. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരാൾ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് കേട്ടോ. ഇന്നും പാലസ്തീൻ നാട്ടിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു ബോധമുണ്ട്, അവനിവിടെ ഇല്ല എന്നൊരു ബോധം അവിടെ ഉണ്ട്. കാരണം യേശു മരിച്ചു, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്ത് കടന്നുപോയി. ആ സ്വർഗാരോപണം ചെയ്ത് കടന്നുപോയി യേശു കർത്താവ് വീണ്ടും ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരാൻ കാലമായി. ലോക സംഭവങ്ങൾ അതൊക്കെയും വിളിച്ചോതുകയാ. ദൈവവചനം പറയുന്നു, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ഞെട്ടിക്കുന്ന മഹാമാരികൾ, മഹാവ്യാധികൾ ഭൂമിയിൽ കടന്നു വരും. മാത്രവുമല്ല, ഭൂമിയിൽ അതിക്രമം, പാപം നിറഞ്ഞു വരികയാ. മനുഷ്യൻ പാപം ചെയ്യുന്ന എന്തെന്ന് അവൻ അറിയാതെ വണ്ണം അവൻ പാപത്തിൽ വീണുപോകുകയാ. ഭൂമി പൊടുപുട പൊട്ടിയും, ഭൂമി കിറുക കീറിയും, ഭൂമി മകനെ പോലെ ചാടിയും, ഭൂമി കാവൽ മാടം പോലെ ആടിയും, അതിന്റെ അകത്തം അതിന്റെ മേൽ ഭാരമായിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ പോലെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും മുമ്പിൽ വെച്ച് കടന്നിറങ്ങിയവരാ പ്രഭാതം കാണാതെ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞ കടന്നുപോയത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ ഇടവൻ യേശു കർത്താവ് മാത്രമാണ് കേട്ടോ. മനുഷ്യ, നീ മണ്ണാകുന്നു. മണ്ണാകുന്ന മനുഷ്യൻ മണ്ണിലേക്ക് തിരികെ ചേരും. നമ്മുടെ ശരീരം എത്ര മോടി പിടിപ്പിച്ചാലും ആ മോടി പിടിപ്പിച്ച ശരീരത്തെ ശ്വാസം താഴേക്ക് ഇട്ടാൽ മുകളിലേക്ക് വലിക്കാൻ പറ്റിയില്ല എങ്കിൽ സർവ്വതും തീർന്നുപോയി. നമ്മൾ അധ്വാനിക്കുന്നു, അനുഭവിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ലോക ജീവിതം ക്ഷണികമാണ് കേട്ടോ. വെള്ളത്തിലെ കുമിള പോലെ മനുഷ്യ ജീവിതം കടന്നു പോകുന്നു. അത് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പോലെ ആളുകൾ ഓരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഓടി ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്ത ജീവിതത്തിന്റെ പ്രശ്നത്തിന്